കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഭരണ തുടർച്ച തേടുന്ന LDFും ഭരണം തിരിച്ചുപിടിക്കാൻ സർവ്വസജ്ജമായ UDFും തമ്മിലുള്ള പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തിരുവല്ലയിൽ നടന്ന UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന കുര്യന്റെ പരസ്യ പ്രഖ്യാപനം കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും ഗൗരവകരമായ ചിന്തകൾക്ക് വഴിവെക്കുന്നു. തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് PJ കുര്യൻ തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. മെയ് 9-ന് UDF അധികാരം പിടിച്ചെടുക്കും. രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കുര്യന്റെ വാക്കുകൾ വെറും ഒരു പ്രവചനമല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയാണ് നേതാവിനെ തീരുമാനിക്കുക എന്ന് ചെന്നിത്തല വിനയപൂർവ്വം പറയുന്നുണ്ടെങ്കിലും തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് കുര്യൻ ആവർത്തിച്ചു. സാധാരണഗതിയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറില്ല. കൂട്ടായ നേതൃത്വം എന്ന പദപ്രയോഗത്തിലൂടെയാണ് പാർട്ടി വോട്ടർമാരെ സമീപിക്കാറുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു പ്രഖ്യാപനം വന്നത് ഹൈക്കമാൻഡിനെയും മറ്റ് മുതിർന്ന നേതാക്കളെയും എപ്രകാരം ബാധിക്കുമെന്നത് കണ്ടറിയണം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും PJ കുര്യന്റെ പ്രസ്താവനയോട് സ്വീകരിച്ചിട്ടുള്ള നിലപാടും ഏറെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കുമെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ അഭിപ്രായം തേടിയായിരിക്കും നേതാവിനെ നിശ്ചയിക്കുകയെന്നും ഇരുവരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ താൻ മുഖ്യമന്ത്രി പദത്തിനായി യാതൊരുവിധ കലഹത്തിനില്ലെന്നും തുറന്നു പറഞ്ഞു. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും അതീതമായി പാർട്ടിയുടെ വിജയത്തിനായി മുൻഗണന നൽകുമെന്നാണ് സതീശന്റെ പക്ഷം. എങ്കിലും PJ കുര്യനെ പോലൊരു മുതിർന്ന നേതാവ് പരസ്യമായ ഒരു പേര് നിർദ്ദേശിച്ചത് സതീശൻ പക്ഷത്തെയും ഹൈക്കമാൻഡിനെ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്. UDF ക്യാമ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവെന്ന നിലയിലും മുൻപ് ആഭ്യന്തര മന്ത്രിയായും KPCC അധ്യക്ഷനായും പ്രവർത്തിച്ച പരിചയ സമ്പത്തും ചെന്നിത്തലയ്ക്ക് മുൻതൂക്കം നൽകുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടി വന്ന അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ നായർ സമുദായം ഉൾപ്പെടെയുള്ള ചില വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലും കുര്യന്റെ വാക്കുകൾക്ക് പിന്നിലുണ്ടാകാം. LDF സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇത്തവണ UDFന് ഗുണകരമാകുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ എന്നിവ വോട്ടായി മാറുമെന്ന് UDF വിശ്വസിക്കുന്നു. മെയ് 9-ന് അധികാരം പിടിച്ചെടുക്കുമെന്ന PJ കുര്യന്റെ പ്രസ്താവന ഈ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മതേതര വോട്ടുകളുടെ ഏകീകരണം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയും UDFന് അനുകൂലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് രാഷ്ട്രീയം എപ്പോഴും ഒരു കീറാമുട്ടിയാണ്. AI ഗ്രൂപ്പുകൾക്ക് പുറമെ VD സതീശനും KC വേണുഗോപാലും നയിക്കുന്ന പുതിയ അധികാര കേന്ദ്രങ്ങളും ഇന്ന് കോൺഗ്രസിൽ സജീവമാണ്. PJ കുര്യന്റെ പ്രസ്താവന ഗ്രൂപ്പ് സമവാക്യങ്ങളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു തർക്കം ഉടലെടുക്കുന്നത് ദോഷകരമാകുമെന്ന് ഒരു വിഭാഗം നേതാക്കളും ഭയപ്പെടുന്നു. വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരം പരസ്യ പ്രഖ്യാപനങ്ങൾ സഹായിക്കൂ എന്നാണ് അവരുടെ വാദം. എന്നാൽ അണികൾക്കിടയിൽ ഒരു ആവേശം പകരാൻ ചെന്നിത്തലയെ പോലൊരു നേതാവിന്റെ പേര് പ്രഖ്യാപിക്കുന്നത് ഗുണകരമാകുമെന്ന് മറുവിഭാഗവും വിശ്വസിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ AICC സ്വീകരിക്കുന്ന നിലപാടായിരിക്കും അന്തിമം. കേരളത്തിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര നിരീക്ഷകരും എത്തും. MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം ആർക്കൊപ്പമാണെന്ന് നോക്കിയായിരിക്കും തീരുമാനം. കഴിഞ്ഞ കർണാടക തിരഞ്ഞെടുപ്പിലും മറ്റും കണ്ടതുപോലെ ഒരു സമവായ ചർച്ചകൾക്ക് കേരളവും വേദിയായേക്കാം. VD സതീശൻ തന്റെ കഠിനാധ്വാനത്തിലൂടെയും മികച്ച പ്രസംഗ ശൈലിയിലൂടെയും പാർട്ടിയിൽ വലിയൊരു ആരാധക വൃന്ദത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തും സംഘടനാ ശേഷിയും അവഗണിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ A ഗ്രൂപ്പിന്റെ വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്നതും നിർണായകമാണ്. UDFിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്. സാധാരണയായി കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് പരസ്യമായി ഇടപെടാറില്ലെങ്കിലും സുസ്ഥിരമായ ഒരു സർക്കാരിനെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും ലീഗ് നേതൃത്വത്തിന് നല്ല ബന്ധമാണുള്ളത്. എങ്കിലും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന താക്കീത് ലീഗ് നൽകിയിട്ടുമുണ്ട്. കേരളം മെയ് 9-നായുള്ള കാത്തിരിപ്പിലാണ്. PJ കുര്യന്റെ പ്രസ്താവന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കല്ലിട്ട കുളം പോലെ ഓളങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് വിജയത്തിലേക്കുള്ള ആവേശമാണോ അതോ ഗ്രൂപ്പ് പോരിന്റെ തുടക്കമാണോ എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നാലറിയാം. രമേശ് ചെന്നിത്തലയോ VD സതീശനോ അതോ മറ്റാരെങ്കിലുമോ എന്നത് വോട്ടർമാർ നൽകുന്ന വിധിയെഴുത്തിനെ ആശ്രയിച്ചിരിക്കും. ഭരണമാറ്റം എന്ന UDF പ്രതീക്ഷകൾക്ക് ഈ പ്രസ്താവന കരുത്തു പകരുമോ അതോ തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിൽ നിന്ന് വ്യക്തമാകും. എന്തുതന്നെയായാലും കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ സ്ഥാനത്തേക്ക് PJ കുര്യന്റെ പേരും ഒരിക്കൽ കൂടി ചർച്ചകളിൽ നിറയുകയാണ്.